മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനോട് പറഞ്ഞു കൊടുത്തു, മോനെ, തൗബയെ നീ ഒരു ദിവസം പോലും പിന്തിപ്പിക്കാൻ പാടില്ല. കാരണം എപ്പോഴെപ്പോഴാണ് മരണം കടന്നു വരുന്നതെന്നറിയില്ലല്ലോ. അതാവണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അൻഹു കാസർഗോഡ് തലങ്കരയിൽ കിടപ്പുണ്ടല്ലോ. അല്ലാഹുവേ, അവിടുത്തെ മഹത്വം കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, കാറ്റ് ഉണങ്ങിയ ഇലകളെ വീഴ്ത്തുന്നത് പോലെ കരഞ്ഞുകൊണ്ടുള്ള തൗബ അവന്റെ പാപങ്ങളെ കഴുകിക്കളയുകയാ. കാറ്റടിക്കുന്ന സമയത്ത് മരത്തിൽ നിന്ന്, ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അതാ വെറുതെയല്ല തൗബ ചെയ്യേണ്ടത്. കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യ്, കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യ്. കാറ്റടിക്കുമ്പോ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അവിടെ നിന്ന് പൊഴിഞ്ഞു വീഴുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരാളെ ഉപദേശിക്കുന്നതിന് വേണ്ടി ഒരാളെ ഉപദേശിക്കുന്നത് ഞാൻ കേട്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരു മനുഷ്യനെ ഉപദേശിക്കുകയാണ്, പാപങ്ങൾ ചുരുക്കുക എന്നാൽ മരണം എളുപ്പമാകുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അനസ് റളിയല്ലാഹു ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കടന്നു വന്ന ഒരു മനുഷ്യനെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഉപദേശിക്കുകയാണ്. അവിടെ നിന്ന് ഉപദേശിക്കുമ്പോ പറഞ്ഞു, നീ നിന്റെ പാപങ്ങൾ കുറയ്ക്ക്, നീ നിന്റെ പാപങ്ങൾ കുറയ്ക്ക്. ചെയ്ത പാപത്തിൽ നീ പശ്ചാത്തപിക്ക്, ചെയ്ത പാപത്തിൽ നീ പശ്ചാത്തപിക്ക്. നിന്റെ മരണം അല്ലാഹു എളുപ്പമാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ പാപം ചെയ്തു കഴിഞ്ഞാൽ പശ്ചാത്തപിച്ച് മടങ്ങാൻ നീ തയ്യാറാകണേ. മരണത്തിന് മുമ്പ് നീ തൗബ ചെയ്യണേ. ഒരു നിമിഷം പോലും നീ പിന്തിപ്പിക്കരുത്, ഒരു നിമിഷം പോലും നീ പിന്തിപ്പിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നമുക്ക് പഠിപ്പിച്ചു തരികയാ. അതുകൊണ്ട് മരണം ഏത് സമയത്ത് എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ, പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. പക്ഷേ നിന്റെ അല്ലാഹ് എത്ര പാപം ചെയ്താലും പുറത്തു തരാൻ കഴിവുള്ളവനാണ്. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാണ്, കണ്ടുകുടിയന്മാർക്ക് പുറത്തു കൊടുത്തവനാണ്, വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തവനാണ്, പലിശ തിന്നവന് പുറത്തു കൊടുത്തവനാണ്, ശിർക്ക് ചെയ്യുന്നവർക്ക് പോലും പുറത്തു കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ടവരെ, അതാ ചരിത്രം കാണാ. ഞാനൊരു ഹദീസ് പറഞ്ഞു തരാ. പടച്ചവനെ, അതാ മരണത്തെ കുറിച്ച് പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന ഹദീസുകൾ കേൾക്കുമ്പോ അതാ പടച്ചവനെ, റബീബിന് കൈസം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. മരണത്തെ കുറിച്ചും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച്, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ റബീബിന് കൈസം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ, തന്റെ വീടിന്റെ മുന്നിൽ ഒരു ഖബർ കുടിക്കുകയാണ്. തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നില്, തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നില് ഒരു ഖബർ കുടിക്കുകയാ. പ്രായമുള്ള മനുഷ്യനല്ല, ചെറുപ്പക്കാരനാണ്. പടച്ചവന് റബീഅത്തുബ്നു കൈസം തന്റെ വീടിന്റെ മുന്നിൽ ഖബർ കുടിച്ചിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഖബറിന്റെ അകത്തിറങ്ങുകയാണ്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വീടിന്റെ വെളിയിലിറങ്ങിയ, വീടിന്റെ വാതിലിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് റബീഅത്തുബ്നു കൈസം അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അതിനകത്തിരുന്ന തൗബ ചെയ്യുന്നത്, അതിനകത്തിരുന്ന തൗബ ചെയ്യുന്നത്. പാതിരാത്രി വൈകുന്നേരം തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീടിന്റെ അകത്ത് കയറുന്നതിന് മുമ്പേ ഖബറിന്റെ അകത്ത് ഇറങ്ങുകയാണ്. അതിനകത്തിരുന്ന് കരയുകയാണ്, അതിനകത്തിരുന്ന് തൗബ ചെയ്യുകയാണ്. നാട്ടുകാരിത് കണ്ടിട്ട് ചോദിക്കുമ്പോ, എന്തിനാ വീടിന്റെ മുന്നിൽ ഖബർ കുടിച്ചിട്ടിട്ട് അതിനെ